എന്റെ അമ്മേ. ടിങ്കിൾ 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 ബാക്കി കൂടെ ചൊല്ലേ. ടിങ്കിൾ ടിങ്കിൾ ക്രിസ്മസ് സ്റ്റാർ. ക്ലാസ്സിൽ കോമാളി കളിക്കാനും തർക്കുത്തരം പറയാനും നല്ല സാമർഥ്യമാണ്. പഠിക്കുന്ന കാര്യത്തിൽ വട്ട പൂജ്യവും. നഴ്സറി കുട്ടികൾ ചൊല്ലുന്ന ഈ പദ്യം പോലും നിനക്ക് അറിയില്ല എന്ന് വെച്ചാ കഷ്ടോ ചാർലി. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ട, അതേ മുഴുവൻ കുഴപ്പങ്ങളാ മാഷേ. ഓ, ഒരു ഹെർമൻ ഗുണ്ടർട്ട് വന്നിരിക്കുന്നു. ഇംഗ്ലീഷിന് എന്താണ് കുഴപ്പം? PUT പുട്ടാണെങ്കിൽ BUT ബുട്ടല്ലേ മാഷേ? അതെങ്ങനെ ബട്ടായി? KNIFE നൈഫ് എന്നല്ലേ ശരിക്കും വായിക്കണ്ടേ? അതെങ്ങനെ നൈഫായി? അവിടെ സൈലന്റ് ആണ്. സൈലന്റ് ആണെങ്കിൽ എന്തിനാ എന്നെ വെറുതെ കൊണ്ട് മുമ്പിലിട്ടിരിക്കുന്നത്? അതിനെ എന്റെ പാട്ടിനോട്ടൂടെ? സയൻസ് എല്ലാം പോട്ടെ, മെഷീൻ കാണുന്ന ഇംഗ്ലീഷ് എഴുതിയ ശരിക്കും വായിക്കണത് എങ്ങനാ? മച്ചിനെ കൊണ്ടു. സൈലൻസ്. ഓരോന്ന് എഴുതി വെച്ചിട്ട് തോന്നിയോലും വായിക്കാൻ പറഞ്ഞ ഞാൻ എങ്ങനെ പഠിക്കാനാ? ഞാൻ നമ്മുടെ മലയാളം നല്ല അസലായിട്ട് പഠിക്കില്ലേ? അത് പോരെ മാഷേ? ചാർലി, ഇംഗ്ലീഷ് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. അത് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇംഗ്ലീഷ് മാത്രമല്ല, വിവിധ ഭാഷകൾ കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിലെ കന്നഡ ഭാഷനറിയോ? തൊട്ടടുത്ത് കിടക്കണ തമിഴ് ഭാഷനറിയില്ല. പിന്നെ 7 കടലിൽ അക്കരെ കിടക്കുന്ന ഇംഗ്ലീഷ് ഞാൻ എന്തിനാ ഭാഷ പഠിക്കുന്നത്? എനിക്ക് എന്നെ മലയാളം മാത്രം മതി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന പ്രശ്നേ ഇല്ല. അധിക പ്രസംഗം പറയുന്നു. ഗെറ്റ് ഔട്ട്. ആ ചാർലി അവിടെ പോയി. 2 പാട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്നായിരുന്നല്ലോ. എന്നിട്ട് ആ ജോസ് പ്രകാശിന്റെ ഗൗണിട്ടിട്ട് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാനിപ്പോ മാറ്റിക്കൊണ്ട് വിട്ടത്. ഞാൻ പ്രസംഗം നോക്കി. ചാർലി, വെൽക്കം മിസ്റ്റർ ടീം മാനേജർ. താങ്കൾക്ക് എന്റെ കൊള്ള സംഗീതത്തിലേക്ക് കടന്നു വരാം. ജോസ് പ്രകാശിന്റെ പുറം മാന്തി കൊടുക്കാൻ പറഞ്ഞു. ആർക്ക്? ചാർലിയുടെ പുറമൊന്നും മാന്തി കൊടുക്കാൻ പറഞ്ഞേ. ഒരു സഹായം ചെയ്യാൻ പാടില്ല. ഹലോ മിസ്റ്റർ ടീം മാനേജർ. കുറഞ്ഞത് 6 മാസം കൂടുമ്പോഴെങ്കിലും എന്റെ ഈ ഗൗൺ നൽകിയിടാൻ നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഈ ടീം മാനേജർ എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി തീരും. മിസ്റ്റർ വില്ലേജ് ക്രൂസ് രവി പെരേര, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ കരുത്തിൽ മരണത്തിന്റെ മണിമംഗല്യം മുഴുകും. ഈ പാട്ട് കഴിഞ്ഞാൽ നിന്റെ ഐറ്റം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ ആരും കാണാതെ നീ മുങ്ങിക്കോണം. എന്നോട് പോലും യാത്ര പറയാൻ നിൽക്കണ്ട. കൊഴപ്പാവൂ രവിയേട്ടാ. എടാ, ഞാൻ ഇതുപോലെ അന്യരാജ്യത്ത് ജോബ് വിസ ഇല്ലാതെ 4 പേരെ ബുക്ക് ചെയ്തിട്ടുള്ളതാ. അതിൽ 3 പേര് ഇപ്പൊ നല്ല നിലയില്ല. ബാക്കി ഒരാളോ? അയാള് ജയിലില്ല. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കില്ലേ രവിയേട്ടാ? എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാക്കിയേ പറ്റൂ. ഞാൻ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാ ഇതിനൊക്കെ കൂട്ടു വെക്കുന്നത്, അല്ലാതെ കാശിന് വേണ്ടി മാത്രമൊന്നുമല്ല. പിന്നെ അതെനിക്കറിയാം. അതെ, ജോലിയുടെ കാര്യം ഇവിടെ ഓക്കെ ആണല്ലോ അല്ലേ? അതെല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിനക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷയൊന്നും അറിയില്ലല്ലോ. മലയാളം തന്നെ ഇടയ്ക്ക് തെറ്റി പോണു. പിന്നെയാണ് വേറെ ഭാഷ. ഇവിടുത്തെ ഭാഷ സ്പാനിഷാ. സ്പാനിഷാണോ? എന്താ അറിയോ? ഇങ്ങനെ ഒരു ഭാഷയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഒരു ഭാഷയെ അറിയാത്തോണ്ട് ഇവിടെ എന്ത് ഭാഷയായാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവില്ല, അവര് പറയണ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ എന്താ പ്രശ്നം? ഈ 3 കടലാസ് കഷ്ണങ്ങള് പാസ്പോർട്ട് പോലെ നീ സൂക്ഷിക്കണം. നിനക്ക് പോകാനുള്ള സ്ഥലം സ്പാനിഷ് ഭാഷയിൽ എഴുതിയതാണ് ആദ്യത്തെ കടലാസ്. അതിൽ ഞാൻ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ടാക്സിക്കാരനെ കാണിച്ചാൽ അയാൾ നിന്നെ അവിടെ കൊണ്ടിറക്കും. അയാൾക്ക് നീ ഇതിൽ നിന്ന് 5 യൂറോ കൊടുക്കണം. രണ്ടാമത്തെ ഈ കടലാസ് നിനക്ക് കാണാനുള്ള സായിപ്പിന്റെ അഡ്രസ്സാ. അതാരെ കാണിച്ചാലും സായിപ്പിന്റെ വീട് നിനക്ക് കാണിച്ചു തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ ഈ കത്ത് സായിപ്പിന് കൊടുക്കണം. സായിപ്പ് ഉടനെ നിന്റെ ജോലി ശരിയാക്കി തരും. രവിയേട്ടാ, ഒന്നും ഇങ്ങോട്ട് വന്നേ. അപ്പുറത്ത് ഞാൻ വരാം. കർത്താവേ, സ്പെയിനിൽ എന്നെ വഴിതെറ്റിക്കാതെ കാത്തോളണേ. എന്തിനോ? ഞങ്ങൾ തമിഴിലാണോ? ഇനി നന്ദി. €5. ആയിക്കോട്ടെ.
ഗ്രാസിയാസ്. സാഹചര്യം വെച്ച് നോക്കുമ്പോ താങ്ക്സ് എന്നായിരിക്കുമോ, അല്ലെങ്കിൽ ഗ്രാസിയാസ്. ഗ്രാസ് എന്ന് പറയുമ്പോ പുല്ല്. കൊടുത്ത കാശ് കുറഞ്ഞു പോയതിന്റെ പേരിൽ പുല്ലെന്ന് വിളിച്ചായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ആരും കേട്ടില്ലല്ലോ. രാത്രി 9 മണിയായിട്ട് പകൽ വെളിച്ചം പോയിട്ടില്ല. സൂര്യൻ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. സ്ഥലം എത്തി, ഇനി ഇതിന്റെ ആവശ്യമില്ല. എവിടെ കളയുന്നത്, എവിടെ കിടക്കട്ടെ. സ്പാനിഷ്. ഇയാൾക്കിത് മലയാളത്തിൽ എഴുതിയാ പോരായിരുന്നു. ഇനി അഡ്രസ് ആരോട് ചോദിച്ചാൽ പോലെ 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 അയ്യോ അയ്യോ എന്റെ ദൈവമേ. അത് ശരി, പള്ളിക്കകത്തിരുന്ന് എനിക്ക് പണി തരികയല്ലേ? എന്നെ കാണിച്ചു തരാം. എന്നെ പെരുവഴിയിലാക്കല്ലേ എന്റെ ഈശോയെ. എങ്ങനെ ഒന്ന് എടുക്ക, ഈ നാട്ടിലൊരു കമ്പും പോലുമില്ലേ? ആ ദ്രോഹി ഇതിന്റെ അപ്പുറം അപ്പുറം അഡ്രസ് പോലും എഴുതിയിട്ടില്ല. എന്തൊരു കഷ്ടമാണ് ഈശോയെ. ഇടിച്ചോണ്ട് ഇടിച്ച ഇടിക്കരുത് പറയാൻ പോലും അറിയില്ല എന്റെ അമ്മച്ചി. എന്തൊരു ചെയ്ത്തായി പോയ എന്റെ കർത്താവേ. പൈസ എന്നെ പിച്ചക്കാരനായിട്ട് തോന്നിക്കാണോ? എങ്ങനെ എടുക്കുക? ഈ അഡ്രസ് ഇല്ലാത്ത കത്ത് ആരടാ മൂമ്മയ്ക്ക് വെള്ളം കാച്ചാനാ? മേഘങ്ങള് ചിലപ്പോ മാലാഖയായി വഴികാട്ടും, ചിലപ്പോ ചെകുത്താനായി വഴിമുടക്കും. ഈ രാവിലെ എന്നെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ഒന്നിന് രണ്ടിനൊക്കെ എന്താ ചെയ്യാ? കൂടി കൂടി വരികയാണല്ലോ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും പറമ്പി പോവായിരുന്നു. ഇതിപ്പോ എവിടെ നോക്കിയാലും വൃത്തി വെടിപ്പായിട്ടിരിക്കുക. ഇവന്മാരെന്തിനെ വൃത്തിയായിട്ട് ജീവിക്കണേ? വൃത്തിയായിട്ടാ കക്കൂസി പോണായിരുന്നു. വല്ല സ്ഥലം അറിയോ? Disculpe, es que no entiendo lo que dice. കക്കൂസ് പോയിരുന്ന് തൂറാൻ
like this. Tengo cosas que hacer, lo siento, no lo entiendo. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ തനിക്കൊക്കെ സംസാരിച്ചൂടെ? Lo siento. ഒന്നും മനസ്സിലായില്ലേ? Discúlpeme. Hasta എന്നാ luego. പൊക്കോളൂ. De nada, venga, നിങ്ങൾ adiós. സ്പെയിൻകാർ ഇന്ത്യയിലേക്ക് വാട്ടാ ഫുട്ബോൾ കളിക്കാൻ. ഒറ്റോടി. സെൽഫ് ഗോൾ ആയി പോകും. ധൈര്യത്തിൽ ഓടാനും കൂടി പറ്റണ്ടായല്ലോ. ഇന്ത്യനെ സ്നഗ് ഇട്ട് വന്നാൽ മതിയായിരുന്നു. ഈ നാട്ടിലൊരു ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു ST-20 ക്യാബിനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഇതിനകത്ത് സാധിക്കാം. കൊച്ചിയിലെത്തിയ പോലെ. ഇന്ത്യൻ റെസ്റ്റോറന്റ്. മൈ ടോയ്ലറ്റ്. കുണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയപ്പോ വണ്ടി ഒഴിയണില്ലല്ലോ ഈശോയെ. ഇന്ത്യൻ റെസ്റ്റോറന്റ് തന്നെയല്ലേ? അതെ. അപ്പൊ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഹലോ, ഹലോ ചേട്ടാ. തുണ്ടക്കെടുത്ത് പുറത്തു വയ്ക്കാം, തുറക്കണമില്ല. ഹലോ ബൈ. കലാനികേതൻ ചാർലിയാ? ചാർലി ഞെക്കരുത്. ചാർലി തൂർലിയായി പോവും. എന്തൊരു അത്ഭുതം. ഇന്നലത്തെ പ്രോഗ്രാം കലക്കി. ഞാനൊരു ഫോട്ടോ എടുക്കാനായി ഗ്രീൻ റൂമിൽ വന്നപ്പോൾ ആളെ കാണുന്നുണ്ട്. എന്തായാലും ദയവായിട്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമായിരുന്നു. ഞാനൊരു ഫോട്ടോ ആരെങ്കിലും ടോയ്ലറ്റിൽ പോണേന്റെ ഫോട്ടോ എടുക്കും. അവിടെ വെച്ചല്ല, ഇവിടെ വെച്ചൊരെണ്ണം. ഇനി ആ ടോയ്ലറ്റ് എവിടെയെന്ന് പറഞ്ഞ എന്റെ കൂടെ ഒരെണ്ണം. ഇനി ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരും. ഞാൻ ചാർലിയുടെ ഭയങ്കര ഫാനാണ്. എനിക്ക് ആ ഇന്നസെന്റ് ശബ്ദം ഒന്ന് അനുകരിക്കോ? ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാം കാണിക്കാം. ടോയ്ലറ്റ് അവിടെ ഉണ്ടല്ലോ ചാർലി, ഒന്ന് ടോയ്ലറ്റ് കാണിക്ക്. എന്തിനാ എന്നെങ്ങിട്ട് വേദനിപ്പിക്കണേ? എന്റെ കൺട്രോൾ പോണ്ടിട്ടോ. പേരകത്തമ്പഴാണോ വാഴ വെട്ടണെത്തണ്ടി. അങ്ങനെ നിന്റെ അമ്മമ്മയുടെ അങ്ങനെ മതിയാ. ഇനി സുരേഷ് ഗോപി. അയ്യോ, സുരേഷ് ഗോപി പറ്റൂല. അത് കുറച്ച് ബലം പിടിച്ച് ചെയ്യേണ്ടതാ. ആ പുല്ലേന്ന് ഈ അവസരത്തിൽ ശക്തിയായിട്ട് പറയാൻ പറ്റില്ല. അവസാനം ഷിറ്റ് എന്നും കൂടി പറഞ്ഞാ അത് അറം പറ്റി പോവും. നിങ്ങക്ക് നിർബന്ധമാണെങ്കിൽ പ്രേം നസീറിനെ കാണിക്കാം. അതാകുമ്പോ ഒട്ടും ശരീരം അനക്കണ്ട. ഇനിയും എന്നെ ടോയ്ലറ്റിൽ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ആ ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും. സംഗതി ആ നാട്ടുകേശാകും. അയ്യോ, ഇങ്ങനെ വിഷമിച്ച് നിൽക്കാൻ നേരത്തെ പറയണ്ടേ? അവിടെ ടോയ്ലറ്റ് വെള്ളം ചേട്ടാ. ഉച്ചയാവും വരുമ്പോ. ഇവിടെ കടലാസാ പതിവേ. അപ്പച്ചന്റെ കടങ്ങള് വീട്ടണം. പള്ളി സെമിത്തേരിയില് അപ്പച്ചനൊരു കല്ലറ പണിയണം. അത്രേ ഉള്ളൂ. ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ്സാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല. ആട്ടെ, തനിക്കിവിടെ എന്ത് പണി ചെയ്യാൻ പറ്റും? ഞാൻ വേണമെങ്കിൽ റെസ്റ്റോറന്റ് മാനേജർ ആയിക്കോളാം. എന്തിനാ കുറയ്ക്കുന്നേ? മുതലാളി ആയിക്കോ. ദേ ഒറ്റവാക്കിയ കാര്യം പറയാം, അടുക്കളപ്പണി ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, അവിടെ എന്റെ അമ്മച്ചി പോലും ഇത്തരം പണികൾ ചെയ്യിക്കാറില്ല. തന്റെ അമ്മച്ചിയാ തന്നെ വഷളാക്കിയത്. മര്യാദയ്ക്ക് നാട്ടിൽ തട്ടുകട നോക്കി ജീവിക്കാണ്ട് അപ്പന് കല്ലറ പണിയാൻ വേണ്ടി ഫ്ലൈറ്റും കയറി വന്നിരിക്കുക. എടോ, നമ്മള് മലയാളികള് സ്വന്തം നാട്ടിൽ ദുരഭിമാനം കൊണ്ട് ചെയ്യാൻ മടിക്കുന്ന പല പണികളും അന്യനാട്ടില് വളരെ അന്തസ്സോടു കൂടി ചെയ്യും. അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ താനിവിടെ ചട്ടിയും കലം മുറൊന്നും വേണ്ട. ചുമ്മാ ഒന്ന് ദോശ വിട്ടാ മതി. ദോശയുടെ വിവിധ തരം ഐറ്റങ്ങൾ. തനിക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ റെസ്റ്റോറന്റ് തന്നെ ഞാൻ ഫോം ചെയ്യാം. അല്ല, ഞങ്ങൾ ഈ 18 ദോശകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഒരു എന്നാലും ഇല്ല. തന്നെ പോലെ ഒരുത്തിനും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. ഏതായാലും താൻ ഭാഗ്യവാനാ. 2 മാസം ശമ്പളമൊന്നും ഇല്ലെങ്കിലും താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ അല്ലേ? അപ്പോ 2 മാസം ശമ്പളം ഇല്ലേ? ഒരു 2 മാസല്ലേ? തന്റെ ദോശയുടലും പരത്തിലൊക്കെ ഞാനൊന്ന് കാണട്ടെ. അതിനുശേഷം ചെറിയൊരു ശമ്പളം. എന്താ? കർത്താവേ, മേഘങ്ങളിൽ ഞാൻ കണ്ട മാലാക ഇതല്ലായിരുന്നോ? വഴിയരികിൽ ഉണ്ടാക്കുന്നത് വാങ്ങിച്ചു കൊടുക്കണ്ട. അതുണ്ടാക്കുന്നവനെ പാലസിൽ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യൂ. അതാകുമ്പോ നമുക്കും വായിക്ക് രുചിയായിട്ട് നാട്ടിലെ ഭക്ഷണം കഴിക്കാമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇതുപോലെ കൺഫ്യൂഷൻ വരുമ്പോ എന്നോട് ചോദിച്ചോളൂ. ബുദ്ധി ഞാൻ തരാം. സാറ് ശരീരം മാത്രം ഉപയോഗിച്ചാൽ മതി. എന്ത്? കേരളം മുഴുവൻ ആരാധകരുള്ള കലാനികേതൻ ചാർലി ഒരു വീട്ടിൽ അടുക്കള പണിക്ക് നിൽക്കിയോ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു.
മിസ്റ്റർ മേനവൻ, നിങ്ങൾക്കിത് ചോദിക്കാനായിട്ട് എങ്ങനെ ധൈര്യം വന്നു? ഞാനിവിടെ ദോശ ഉണ്ടാക്കണ കണ്ടട്ടാ? ഞാനും ഈ മജീക്കായും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ടൈം പാസിന് ഇത്തിരി ദോശ ചുട്ടുന്ന് കരുതി? ഞാൻ വേറെ കുക്കാണെന്ന് കരുതരുത് കേട്ടോ. ഞങ്ങൾ പാർട്ട്നേഴ്സാ. ഫിലിപ്പേ ദെ ആൽവയുടെ പാലസിൽ നിന്ന് റിക്വസ്റ്റ് വന്ന ഇവിടെ ആരും തള്ളിക്കളയാറില്ല. താൻ പുതിയ ആളായതുകൊണ്ടാ. ഒന്ന് പറഞ്ഞു കൊടുക്കും മജീദേ. സാറ് വിഷമൊന്നും വിചാരിക്കരുത്. ഇവനിവിടെ വന്നതിന് ശേഷം കച്ചവടമൊക്കെ ഒന്ന് പച്ചപിടിച്ച് വരിക. പെട്ടെന്ന് ഇവന് ഇല്ലാണ്ടായ എല്ലാ ഉദാളത്തിലാവും. മാത്രമല്ല സാറിനോട് സത്യം തുറന്നു പറയാലോ, ഇവൻ അവിടെ ശരിയാവില്ല. ഇവന് ജോബ് വിസ ഇല്ല. ഗ്രൂപ്പ് വിസയിൽ വന്നിട്ട് മുങ്ങി അടക്കുക. അത് ശരി. എന്നിട്ടാണ് അവൻ ഇത്ര അഹങ്കാരം. ഇവനിപ്പോ തന്നെ പോലീസ് ലഭിച്ചേക്കാം. അയ്യോ സാറെ ചതിക്കരുത്. നിവൃത്തികേടുകൊണ്ട് വേറൊരു മാർഗമില്ലാത്തോണ്ട് മുങ്ങിയതാ. ഞാൻ പാർട്ട്ണറൊന്നുമല്ല, വേറെ കുക്കാ. എന്ത് അടിമപ്പണി ചെയ്യാനും ഞാൻ തയ്യാറാ. പാലസിലെ ജോലിയോട് നിനക്ക് വലിയ പുച്ഛമല്ലേ? നീ എന്താ കരുതിയത്? അവിടെ ഷെഫാവെന്ന് വെച്ചാൽ ഇവിടെ ഗവൺമെന്റ് ജോലി കിട്ടുന്നതിന് തുല്യ. മാസം 2000 യൂറോയാ ശമ്പളം. 2000 യൂറോയെ എന്ന് വെച്ചാൽ നാട്ടിൽ 1.5 ലക്ഷം രൂപ. എന്റെ യൂറോ പുണ്യാളോ. എന്താ പാലസിലെ അടുക്കളപ്പണി മോശമാണെന്ന് തോന്നുന്നുണ്ടോ? സാറേ, പാലസിന്റെ അടുക്കള ഇത്രയും വലിയ അടുക്കളയെന്ന് ഞാൻ അറിഞ്ഞില്ല. സാർ ദയവ് ചെയ്ത് എന്നെ ജയിലിലിടരുത്. പാലസിന്റെ അടുക്കളയെ കൊണ്ട് ഇട്ടോളൂ സാർ. മര്യാദക്കാണെങ്കിൽ നിന്റെ ജോബ് വിസയൊക്കെ ഞാൻ ശരിയാക്കാം. എന്ത് പറയുന്നു? സാർ, കുറച്ച് സമയം കൂടി എനിക്ക് തരണം. എന്റെ ബാഗ് അകത്ത് പോയി എടുക്കാനുള്ള സമയം. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. മജീദ് ഒരു തീരുമാനവും പറഞ്ഞില്ല. ഒരുത്തിനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തെളിയുമ്പോ ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ല. സാറ് അവനെ കൊണ്ടുപോയിക്കോ. മജീദ് മറക്കില്ല, തരാനിപ്പ എന്റെ കയ്യില് വേറെ ഒന്നുമില്ല. ഞെട്ടാ മാലയിട്ട് കാണണം. തളരരുത്. ഇവിടെ ഉണ്ടാക്കുന്ന ആദ്യം ഞാൻ കഴിച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. എനിക്ക് സെക്യൂരിറ്റി നോക്കാൻ ധൃതിയായി. വേഗം എടുക്കൂ. ഇപ്പൊ തന്നെ എത്ര കാലമായി ഇതൊക്കെ കഴിച്ചിട്ട്. മടങ്ങി പോരട്ടെ. എനിക്കൊന്നുകൂടെ സെക്യൂരിറ്റി നോക്കേണ്ടി വരും. ഇവിടെ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ സെന്യോർ റെക്കോർഡ് ചെയ്ത് അപ്പ തന്നെ എടുത്ത് നോക്കും. ക്യാമറ തുണിട്ട് വേണം എനിക്ക് അടുത്ത ദോശ. Sí, tú sigue comiendo y charlando con tu paisano. Ya verás cuando te riñan por no haber terminado de limpiar. ആളെ മനസ്സിലായില്ല? ഇല്ല. എന്നെ ചീത്ത പറഞ്ഞത് കേട്ട് മനസ്സിലായില്ല? എന്റെ ഭാര്യയാണ് ജെന്നിഫർ. ഇവിടുത്തെ കുക്ക. ഇവളുടെ ഫുഡ് കഴിച്ചാൽ ഞാൻ ഈ കോലത്തിലായത്. നീ ഷെഫായിട്ട് വന്നത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. പോരാത്തതിനും നീ ഉണ്ടാക്കുന്നത് ഞാൻ കഴിക്കുന്നത് അവള് കണ്ടില്ലേ. ഇന്ന് കുടുംബകലം ഉറപ്പാ. ഒരു ഇന്റർനാഷണൽ ദാമ്പത്യം പപ്പേട്ടൻ എങ്ങനെ ഒപ്പിച്ചെടുത്തു? അവരുടെ നാട്ടുകാരുടെ മുഖച്ചായ എനിക്കുണ്ടെന്നും പറഞ്ഞ് എന്നെ പ്രേമിച്ചതാ. വലിയ ലവ് സ്റ്റോറിയാ. പക്ഷെ ഇപ്പൊ എനിക്കത് ഓർക്കുമ്പം കൊറേ സ്റ്റോറിയായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഞാൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. കുഴിയിൽ ചാടിയ ചുണ്ടടി. പപ്പേട്ടൻ നോവലൊക്കെ എഴുതൂ? ഇവിടുത്തെ ബോറടി മാറ്റാൻ വേണ്ടി എഴുതി തുടങ്ങിയതാ. കണ്ണിന് നേരെ കണ്ട ജീവിതം മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ഇവിടുത്തെ സെന്യോർ ഉണ്ടല്ലോ, ഇവിടുത്തെ സായിപ്പിന് കൊടുക്കുന്ന സെന്യോറിനാ? ഏയ് അല്ല, സാർ എന്ന് വിളിക്കുന്നത് പോലെ സ്പാനിഷിൽ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേരാണ് സെന്യൂർ. പെൺകുട്ടികളെ ആണെങ്കിൽ സെന്യോറിറ്റ, പ്രായമുള്ള സ്ത്രീകളെ ആണെങ്കിൽ സെന്യോറ. അതൊക്കെ ഞാൻ ക്രമേണ പഠിപ്പിച്ചു തരാം. അതിവിടെ സെന്യോറിനെ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനെ ബേസ് ചെയ്ത് ഞാൻ എഴുതിയ നോവലാണ് കറുത്ത മനസ്സുള്ള വെള്ളക്കാരി. ഈ മേനോൻ സാറും സെന്യോറും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ നോവലാണ് ചെസ് കളിക്കണ ചങ്ങാതി. അത് മേനോൻ സാർ വായിച്ചിട്ട് ഒരു കാര്യമില്ലാതെ എന്റെ കാരണപ്പെട്ട് കഴിച്ചു. സാഹിത്യബോധം വേണ്ടേ? നോവലിന്റെ ക്ലൈമാക്സ് സെന്യോറിന് മേനോൻ സാറിന് വിഷം കൊടുത്ത് കൊല്ലുന്നതാണ്. സ്പാനിഷ് ഗവൺമെന്റ് മേനോൻ സാറിനെ തൂക്കിക്കൊല്ലുന്നു. നാവ് പുറത്തേക്ക് ചാടുന്നു. ഇതാ ഇങ്ങനെ. അവിടെയാണ് നോവല് തീരുന്നത്. അതൊക്കെ ഒരു സ്പിരിറ്റായിട്ട് എടുക്കണ്ടേ? പുള്ളിക്കാരൻ അത് വായിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്നേ. മേലിൽ നോവൽ എഴുതിയാൽ എന്നെ കൈ തല്ലി ഓടിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരാൾക്കും ഞാൻ എന്റെ നോവൽ വായിക്കാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ എല്ലാവരും മേനോൻ സാറിനെ പോലെ ആവണമെന്നില്ല. പപ്പേണ്ട നോവല് ഞാൻ വായിച്ചോളാം. വേണ്ടടാ, ആരും വായിക്കണ്ട. എഴുത്തുകാരനും വായനക്കാരനും ഒരാളാകുന്നതിന്റെ ശരീരസുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത ദോശ ഉണ്ടാക്കി കമ്മിയിലേക്ക് കൊടുക്കാമോ? ചെല്ലേ. Spanish masala ready. ¿Qué hace esta comida aquí? La comida se sirve en el comedor, no en mi habitación. Y solo cuando yo lo pido. ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞൂടെ?
¿Qué estás mirando? ഓ ലേറ്റ് ആയതിന് വഴക്കുറിയാണോ? നാളെ നോ ലേറ്റ് ടുഡേ പപ്പേട്ടൻ കഥ പറഞ്ഞ് ലേറ്റ് ആക്കിയതാ. പ്രായമുള്ള സ്ത്രീകൾ എന്താ വിളിക്കുന്നത്? സവാള വടയാ, സറങ്കോള, ഈറ്റ സറങ്കോളെ. Va, recógelo. Fuera de mi habitación. എന്തോ Fuera de mi habitación. Vete. പെറ്റാ? Vete. ആര് പെറ്റ്? Vete de aquí. Fuera. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. Idiota. ഇടിയോത്തെ? നീ ഇടിയപ്പം പൊറോട്ടോടി ചേർന്നാണോ ഇടിയോത്ത? ആർക്കറിയാ. അതെ ആ ചന്ദ്രനിലേക്ക് പോകാനിരിക്കാൻ തള്ളക്ക് ഇത് വേണ്ടാന്ന്. എടാ അത് സെന്യോന്റെ സഹോദരിയുടെ മുറിയാ. മര്യാദ ആൽവ. അയ്യോ ഒട്ടും മര്യാദ ഇല്ലാത്ത സ്ത്രീയാട്ടത്. മിണ്ടരുത്. നമ്മുടെ ആ പയ്യൻ സായിപ്പില്ലേ ഫെർണാദോ, അവന്റെ അമ്മയാ. ഓ അവർക്ക് ബെഡ്റൂമിൽ ഫുഡ് കയറ്റുന്നത് ഭയങ്കര അലർജിയാ. എന്നാ കമീലക്ക് നേരെ മറിച്ച എല്ലാം ബെഡ്റൂമിലെ ഡൈനിങ് ടേബിളിൽ കിട്ടണം. കാമിലാരിയുടെ റൂമേ? കാമിലാരിയോ? കമീല. ഇത് നേരെ താഴെ ചെന്നാൽ ആദ്യം കാണുന്ന മുറിയാണ് കമീലയുടെ മുറി. എല്ലാരും പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇടഞ്ഞാ തന്നെ ചന്തമറിയുടെ സ്വഭാവം. ഒരു ദിവസം ഒരു ബുൾസയുടെ മഞ്ഞക്കൊരു പൊട്ടിന്നും പറഞ്ഞ് എന്നെ ഫോർക്കൊണ്ട് കുത്തിയതന്ന്. എപ്പോഴും ഇല്ല. നീ ഒന്ന് ചെന്ന് നോക്ക്. ഇതൊന്നും പിടിച്ചേ. ഇതെന്തിന്? അല്ല ഈ പാവടെ കൊടുത്ത് എന്നിട്ട് തുടക്കത്തിൽ കാണുമ്പോ തന്നെ ഒരു ഇംപ്രഷൻ നമ്മൾ കളയണ്ടല്ലോ. അതെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടുത്തെ ഭാഷയിൽ എന്താ പറയാ? എൽദേ സയോനോ ഇസ്തലിസ്തോ. എൽദോ സൈനോര. എൽദേ സൈനോര ഒന്നും അല്ല. എൽദേ സൈനോ ഇസ്തലിസ്തോ. എൽദേ സയോനോ ഇസ്തലിസ്തോ. എൽദേ സയോനോ ഇസ്തലിസ്തോ. എൽദേ സയോനോ ഇസ്തലിസ്തോ. തിരിച്ചു വന്നാലായി. El desayuno está listo. El desayuno está listo. ആരത്? എന്തായാലും കമീലയ്ക്ക് മലയാളികളോട് പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. എന്നോട് ഒരു ഇംപ്രഷൻ ഉണ്ടായിക്കോട്ടെ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ. ഓഹോ ഇത് ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇരിക്കും, അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കും. എവിടെ ഇരുന്നാലും എനിക്കെന്താ? എവിടെയെങ്കിലും ഇരുന്നോട്ടെ. മേഘങ്ങളിൽ ഞാൻ കണ്ട മാലാക്ക വെള്ളത്തിൽ. മാലാക മേഘങ്ങളിൽ മറഞ്ഞ. ¿Qué es eso? Who put this here? എൽദോ സൈനോറ എൻസൈക്ലോപീഡിയ. What? എല്ലാം കയ്യിൽ. നോ ഷെഫ് ചാർലി സ്പാനിഷ് മസാല റെഡി. I'm asking you, who put this here? എന്റെ കർത്താവേ, ഇംപ്രഷൻ ഉണ്ടാക്കാൻ പോയിട്ട് ഞാനിപ്പോ കംപ്രഷനിലായല്ലോ. ഇതിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? കണ്ണില്ലാത്ത കുട്ടിയെന്ന് ഞാൻ അറിയണ്ടേ? ദൈവം എന്തിനാ ഈ സുന്ദരി കുട്ടിയോട് ഇത്ര ക്രൂരത കാണിച്ചത്? I don't think sympathy énico venda, help venda. I'm not blind. I can do everything by myself. കർത്താവേ, ഇതിന് മലയാളം Where's my towel? ടവല് ഞാനിവിടെ ഭദ്രമായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. No toques ni muevas mis cosas. Don't touch my things. Fuera de aquí. Fuera de aquí. ഫെരാരിയുടെ കീ ആണോ ചോദിക്കുന്നത്? I said get out. അതാണോ? ഞാനും വിചാരിച്ചു കണ്ണ് കാണാണ്ട് ഫെരാരി കാർ എങ്ങോട്ട് ഓടിച്ചു പോവാനാണ്. ഏതായാലും തുടക്കത്തിൽ തന്നെ നീ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തു. ഐ നോ സിറ്റിംഗ്, യു സിറ്റിംഗ്. മുതലാളിമാരുടെ മുമ്പില് ഞങ്ങൾ സർവൻസ് സ്റ്റാൻഡിങ്, ഇല്ലെങ്കിൽ സ്റ്റാൻഡ് വിട്ട് പോകേണ്ടി വരും. സ്റ്റാൻഡിങ് ആൻഡ് പ്ലേയിങ്. സിറ്റ് സിറ്റ് മാൻ. ആഹാ, എന്ത് നല്ല മനുഷ്യൻ. പുണ്യാളന്റെ രൂപം. രൂപക്കൂട്ടി കയറ്റിരുത്തി നൊവേന ചൊല്ലാൻ തോന്നുക. A jugar, coño. അപ്പൂപ്പ പാമ്പും കൂടിയും കളിക്കാന്നോ? ചെസ് ബോർഡിലോ? അതെങ്ങനെ? Play. ഓ
ചെക്ക്. തൊഴിലാളിമാര് മുതലാളിമാരെ തോപ്പിക്കാൻ പാടില്ലെന്നാ അറിയാണ്ട് പറ്റിപ്പോയതാ, മറന്നു കളഞ്ഞേക്ക്. ഇതിവിടെ ഇരിക്കട്ടെ. No, 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 no. Charlie, no. I want to study your movements. അല്ല, എല്ലാം പഴയ പോലെ വെച്ച് Please, തരാം. show me again. സായിപ്പിനെ ഇനിയും തോൽപ്പിച്ച് Sit, ഇരിക്കാൻ please. നേരമില്ല. നോ 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 നോ. സായിപ്പിനെ ഇനിയും തോൽപ്പിച്ച് പണിയാളാൻ ഞാനില്ല. നോ വാക്കിംഗ്, അത് നടക്കില്ല. കിച്ചൺ അർജൻ വർക്ക്. യു ചോദിക്കും ഫുഡ്, അവിടെ നോ ഫുഡ്. അപ്പോഴോ മൈ ഫുഡ് എന്നേക്കുമായി ഗോൺ ഫുഡ്. ഗ്രാസിയാസ്. No, എന്റെ no, no, ഫുഡിൽ no, no, no. മണ്ണുവരട ഞാനില്ല. Charlie. ബാറിനുള്ള അടുപ്പത്ത് വെച്ചേക്കാം. മരം കൊച്ചുന്ന തണുപ്പിൽ കിടുകിടാ വിറച്ചുകൊണ്ട് അവൾ ഐസ്ക്രീമിന് വേണ്ടി അലറി കരയുകയാണ്. കോച്ചിന് തണുപ്പിന് സ്കോച്ച് അല്ലേ നല്ലതെന്ന് അയാൾ പറഞ്ഞു. ആര് കേൾക്കാൻ? പിന്നെ കരണം പൊത്തി ഒറ്റയടിയായിരുന്നു. അടിച്ചത് അവളും അടി കൊണ്ടത് ഞാനും അല്ല അവനും. അവൻ അവളോട് കാല് പിടിച്ചപേക്ഷിച്ചു, ഇനി തല്ലരുതേ തല്ലരുതെന്ന്. എവിടെ? നിഷ്കരണം തല്ലുകയായിരുന്നു. അവസാനം കൈകടച്ച് അവൾ തന്നെ അടി നിർത്തി. നിന്നോട് നോവൽ എഴുതരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ മേന സാറേ, എന്റെ കൈ ഒടിക്കല സാറേ, എന്റെ കൈ ഒടിക്കല. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ നീ. ഇത് പുതിയ നോവല അല്ല, ഇതൊരു ചെറുകഥയാണ്. ഇന്നലെ ഞാനും വൈഫുമായിട്ട് ഒരു വഴക്കുണ്ടായി. അതിനെ ബേസ് ചെയ്തൊരു കഥയാണ്. കഥയുടെ പേര് കവിളിൽ ഒരു വെടിക്കെട്ട്. എഴുതുന്ന മേനോൻ സാർ എങ്ങാനും കണ്ട കൂട്ട വെടിക്കെട്ടെന്ന് പേരിടാം. സത്യം പറഞ്ഞ ശബ്ദം കേട്ടപ്പോ ശരിക്കും മേനോൻ സാറാണെന്ന് വിചാരിച്ചു. മിമിക്രി കൊണ്ടല്ലേ കുറെ കാലം അരിമേടിച്ചത്. ദൈവം തന്ന കല അവസാനിപ്പിക്കണ്ടെന്നതിൽ സങ്കടമുണ്ട്. പിന്നെ പപ്പേട്ടൻ എന്റെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ലല്ലോ. ഏയ്, എന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് മിമിക്രിയോട് പുച്ഛമാണ്. അനുകരണം ഒരു കലയാണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അരിക്കച്ചവടക്കാർ പലതും പറയും, സാഹിത്യകാരന്മാർ പറയില്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്കോവസ്കി എന്താണ് പറഞ്ഞത്? ദസ്തോസ്കി. ആ ദസ്തോസ്കി എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത് പറയൂ. വലിയ വലിയ ആൾക്കാർ അങ്ങനെ പലതും പറയും. നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. നീ ഒരു കാര്യം ചെയ്യും, ആ മേനോൻ സാറിന്റെ ശബ്ദം ഒന്നുകൂടെ പറ, ഞാനൊന്ന് കേട്ടെ. നിങ്ങൾ സാഹിത്യകാരന്മാർക്ക് ഞങ്ങൾ മിമിക്രിക്കാരെ പുച്ഛമല്ലേ? തൽക്കാലം കാണിക്കുന്നില്ല. എടാ, ഞങ്ങൾ ഇങ്ങനെ പറയുമെങ്കിലും ഞങ്ങൾ രഹസ്യമായി ആസ്വദിച്ച് ചിരിക്കുന്നത് ഇത്തരം ഐറ്റങ്ങൾ കാണുമ്പോഴാണ്. എടാ, ബുദ്ധിജീവികൾ പരസ്യമായി ചിരിക്കാൻ പാടില്ല. എന്ത് തമാശ കേട്ടാലും പൈൽസ് പിടിച്ച മുഖഭാവത്തോടിരുന്നോണം. ദാ ഇങ്ങനെ, എന്നാലേ ബുദ്ധിജീവിയാവൂ. പപ്പേട്ടനറിയോ, മിമിക്രിയില് ഇതുവരെ ആരും ചെയ്യാത്തൊരായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കയറ്റിയിട്ട് അയാളുടെ ശബ്ദം ഓൺ ദ സ്പോട്ടിൽ ഞാൻ അനുകരിക്കായിരുന്നു. പോടാ, വെറുതെ പുളു പഠിക്കുന്നു. എന്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. വേണ്ട, പപ്പേന്റെ ശബ്ദം ഇപ്പൊ ഞാൻ അനുകരിച്ചു കാണിച്ചു. ഒരു സാഹിത്യകാരനായിട്ട് ഞാൻ ചോദിക്കുക, ഈ ദിസ്കോവസ്കി എന്ന ബ്രാൻഡ് നീ ഏത് ബാറിൽ നിന്നാണ് കഴിച്ചത്? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുക. എന്റെ ശബ്ദം ഒരു മെനക്കെട്ട ശബ്ദമായതുകൊണ്ട് പെട്ടെന്ന് അനുകരിക്കാൻ പറ്റും. നീ അത്ര മിടുക്കനാണെങ്കിൽ വേറെ ഒരാളുടെ ശബ്ദം ഞാൻ നിന്നോട് പറയാം. അത് നീ കൃത്യമായി അനുകരിച്ചാൽ നിന്നെ ഞാൻ സമ്മതിക്കാം. കാരണം അത് പെട്ടെന്ന് ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ശബ്ദമാണ്. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ സമയമെടുത്ത് നീ പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. കമീല, നീ എവിടെയാണ്? നിനക്കായി ഞാനിതാ ഒരു പ്രണയ സൗധം പണിതുയർത്തിയിരിക്കുന്നു. നിന്റെ വിരഹത്താലിതാ മേപ്പിൾ മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു, പൈൻ കാടുകൾ തേങ്ങുന്നു. കമീല, നീ എവിടെയാണ്? നക്ഷത്രക്കൂട്ടത്തിൽ നീ ഒളിച്ചിരുന്നാൽ നിന്റെ കണ്ണുകളെ എനിക്ക് തിരിച്ചറിയാനാവില്ല. നിലാവിൽ പാതിമുഖം നീ മറച്ചാൽ നിന്റെ പുഞ്ചിരി എനിക്ക് തിരിച്ചറിയാനാവില്ല. കമീല, നീ എവിടെയാണ്? നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ദേ, കമീല പോലും രാഹുൽ സാറാണെന്ന് വിചാരിച്ചു പോയി. പെർഫെക്റ്റ് സൗണ്ട്. ഇത് നമ്മുടെ ചാർലിയാ, വലിയ മിമിക്രി ആർട്ടിസ്റ്റാ. ഇവൻ നമ്മുടെ രാഹുൽ സാറിന്റെ ശബ്ദം അനുകരിച്ചതാ. കൊള്ളാടാ. ആ കുട്ടിക്ക് വിഷമം തോന്നണു. ആദ്യമായിട്ടാ ഞാൻ മിമിക്രി കാണിച്ചിട്ട് ചിരിക്കാതെ ഒരാൾ കരഞ്ഞോണ്ട് പോണത്. അത് നീ പരിപാടി നടക്കുമ്പോ ഓഡിയൻസിനെ ശരിക്കും നോക്കാഞ്ഞിട്ടാ. ഇവിടെ തന്നെ ഉണ്ടാവല്ലോ അല്ലേ? വിമ്മോണ്ട് ഞാൻ പുട്ടുണ്ടാക്കി തരാവേ. കേറ്റാൻ വരണേ. എന്തിനാ എന്നെ ഇപ്പൊ വിളിപ്പിച്ചത്?
പറഞ്ഞുവിടണോ? എന്താ ഇത്? അത് രാഹുൽ എഴുതിയതാ. രാഹുലിന്റെ വോയിസിൽ വായിക്കാമോ? പ്രണയത്തിന്റെ വേഗത എത്രയാണ്? പ്രണയം മോട്ടോർ ബൈക്കാ. പ്രണയത്തിന് പ്രകാശത്തെക്കാൾ വേഗതയാണ്. ഇയാളെന്താ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നാ? In Rahul's voice. മസാല ദോശയും മദാമയും. തെരുവിൽ നിന്ന് അവനുണ്ടാക്കിയ ദോശയുടെ ഗന്ധത്തിലൂടെ അവൻ അവളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നു. പിന്നീട് അവൻ നൽകിയ ആഹാരത്തിന്റെ രുചിയിലൂടെ, പിന്നെ നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ ശബ്ദത്തിലൂടെ, ഇപ്പോഴിതാ സ്പർശനത്തിലൂടെ. ഗന്ധം, രുചി, ശബ്ദം, സ്പർശം, പഞ്ചേന്ദ്രിയങ്ങളിൽ കാഴ്ച എന്ന ഇന്ദ്രിയം പ്രണയത്തിന് അനിവാര്യമല്ലെന്നോ? ഇത് പ്രണയമാണോ അതോ മൺമറഞ്ഞ പ്രണയത്തിന്റെ ശവം മാന്തി എടുക്കല്ലോ? ആർക്കറിയാം. പ്രണയം ഒരു ഭ്രാന്താണെന്ന് വാസുവേട്ടൻ പറഞ്ഞു. നശിപ്പിച്ചു ഈ മുരിങ്ങക്കാ മുടിച്ചു. Siempre escribiendo novelas. Algún día te juro que las quemaré todas. A ti también, maldito egoísta. കണ്ട ബാലിനും ക്ലബിലും വന്ന് നിന്നോടൊപ്പം ഡാൻസ് ചെയ്യാൻ എന്നെ കിട്ടില്ല. നോവൽ എഴുതുന്നത് എന്റെ ഇഷ്ടമാണ്. എന്റെ സർഗപ്രതിഭ ചോദ്യം ചെയ്യാൻ വന്നാൽ നിന്നെ അണപ്പലടിച്ചാൽ തീർപ്പിക്കും. Bora, Pati. Estúpido idiota. പോയിക്കോട്ടെ ചോദിച്ചതാ. പട്ടീന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ആ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇതിനേക്കാൾ വലുതാ സ്പാനിഷിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മലയാളത്തിൽ തെറിപ്പരീക്ഷ എഴുതി അവക്ക് 1ാം റാങ്കാ. പപ്പേട്ടന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവൾ സ്പാനിഷിൽ ചീത്ത പറയുമ്പോ എന്നും ഞാൻ മലയാളത്തിലെ മറുപടി പറയാറുള്ളൂ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലെ ചില വാക്കുകൾ ചീത്തയാണെന്ന് മനസ്സിലാക്കി അവൾ തിരിച്ചു വിടാൻ തുടങ്ങി. എല്ലാ അന്തർദേശീയ പ്രണയങ്ങളും ദുരന്തത്തിലാണല്ലോ കലാശിക്കുന്നത്. രാഹുലിന്റെ കാര്യത്തിൽ അതിനല്ലേ സംഭവിച്ചത്? രാഹുലിന്റെ മരണത്തിന് പിന്നില് സെന്യൂറാണെന്ന് പപ്പേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങേര് നല്ല മനുഷ്യന്. അതൊരു ആക്സിഡന്റ് തന്നെ ആയിരുന്നു. എല്ലാം കമീലയുടെ തെറ്റിദ്ധാരണയാ. സെന്യൂറിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ എനിക്കും അങ്ങനെ തോന്നുന്നത്. മകള് സംസാരിക്കാത്ത കാരണം ഭാവത്തിന് നല്ല വിഷമമുണ്ട്. ഒന്ന് മനസ്സ് വന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മോൾക്കാണെങ്കിൽ ദേഷ്യവും വാശിയും, അച്ഛനാണെങ്കിൽ ഈഗോ. പിന്നെ എങ്ങനെ പിണക്കം മാറും? ഞാനൊരു പരീക്ഷണം നടത്തി വെക്കാലോ? ശരിയാവോന്നറിയില്ല. നമ്മുടെ കേരള സ്റ്റൈലിലൊരു സെന്റിമെന്റ്സ് പിടിച്ചോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് സ്പാനിഷിലാക്കിയിട്ട് അത് മലയാളത്തിലാക്കി പപ്പേട്ടൻ എനിക്ക് എഴുതി തരണം. നാവ് പിഴയ്ക്കാതെ ദൈവം കാത്ത ഒക്കെ ശരിയാവും. കമ്മീല. അതെ, ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ സെന്യോർ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ പാമ്പം കോണിയും കളിയില് കോണി കയറി വരുന്നത് പോലെ പെട്ടെന്ന് ഭാഗ്യം കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇവിടുത്തെ അല്ല, സെന്യോർ ഇവിടുത്തെ മരുമകനായി കഴിയുമ്പോ എന്നെ ഇവിടുത്തെ നിലംതുടപ്പിൽ നിന്നും മാറ്റിയിട്ട് എന്നെ അവിടുത്തെ മേനോനാക്കി മാറ്റണം. ഒക്കെ ഞാൻ ശരിയാക്കി തരാം പപ്പ. പപ്പനോ? അപ്പൊ പപ്പേട്ടനൊക്കെ പോയാ? എന്നെ സെന്യോർ എന്ന് വിളിച്ചാ ഞാൻ പപ്പാന്ന് വിളിക്കും. എന്റെ പപ്പേട്ട ചാർലി എന്നും പഴയ ചാർലി തന്നെ. എനിക്കത് കേട്ടാ മതി. പപ്പേട്ടനെന്നും പഴയ നിലംതുറപ്പുകാരൻ. ശകുന്തള ഉദ്യാനത്തിൽ ഉലാത്തുന്നുണ്ട്. വരട്ടെ സാർ. Charlie, si quieres seguir respirando, es mejor que no regreses para casarte. Ella no puede casarse con un hombre muerto. ആ തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടി എന്താ പറഞ്ഞേ? ചുമ്മാ ഭീഷണി. കല്യാണത്തിന് വേണ്ടി തിരിച്ചു വന്ന നിന്നെ തട്ടിക്കളയുന്നാ പറഞ്ഞു. ഓ, അത്രേ ഉള്ളോ? അയാള് വെറുതെ പറഞ്ഞായിരിക്കുമല്ലേ? നീ പേടിക്കണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അല്ല, കമ്മിയിലെ കല്യാണം കഴിക്കാൻ പോകുന്നവരെ ഈ നാട്ടിൽ പറഞ്ഞയച്ച് തട്ടിക്കളയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇനി അങ്ങനെ വല്ലതാണോ? നീ ധൈര്യമായിട്ടിരിക്കേ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. മേനോൻ സാറ് പറഞ്ഞ എനിക്ക് വിശ്വാസ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ആ ഫെർണോദക്കിട്ട് 2 പൊട്ടിക്കാൻ. ഇപ്പൊ അധികാരമില്ലാത്തോണ്ട് ഞാനല്ല ഉള്ളിലൊതുക്കി കൂടുകയല്ലേ. മിസ്സാവണ്ട. ഏയ്, ഇനി മിസ്സസ് ആക്കിയിട്ടുള്ളൂ. ഫ്ലൈറ്റ് മിസ്സാവണ്ടെന്ന് പറഞ്ഞ. അയ്യോ, കല്യാണത്തിന് ചുറ്റ ഭരിച്ചു കിടക്കൊണ്ട് അതേ വരുള്ളൂ. യാത്രയില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരുമ്പോ ഒത്തപ്പ അണ്ടിപ്പരിപ്പ് കൊണ്ടുവരാം. എന്റെ നോവല് ഞാൻ ഇനി എങ്ങനെ ഫിനിഷ് ചെയ്യും? നീ മസാല ദോശയെ എലിവേഷൻ വെച്ച് രാഹുലിനെ കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണോ അതോ മേനോൻ സാർ നിന്നെ ഹണ്ടിങ്ങിന് കൊണ്ടുപോയിട്ട് കാട്ടുമന്നിക്ക് പകരം നിന്നെ വെടിവെച്ച് കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണോ? മിണ്ടാതിരുന്നാലേ ഈ പപ്പേനെ ഫിനിഷ് ചെയ്യൂട്ടോ. വെറുതെ അല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചൂടാവുന്നത്. ആ ചെകുത്താനെ കണ്ട് നീ പഠിക്കരുത്. ആ ചെകുത്താനെ സാഹിത്യ അലർജിയാണ്. ഇവളിങ്ങനെ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? നന്നായി പോയി. പപ്പേട്ടിന് ഇപ്പൊ ഒരു സമാധാനമായല്ലോ. Ya te dije que esta boda nunca se celebraría. Ahora,
¿Qué me vas a decir? അങ്ങനെയൊന്നുമില്ല. ayúdalo. എന്താ അയാള് പറഞ്ഞത്? നീ കല്യാണം കഴിക്കാതെ പോയെന്നാ പറഞ്ഞത്. അവൻ എന്തിന്റെ ക്രിമീഡിയ വന്നപ്പോലെ എന്റെ മെക്കിട്ട് കയറണത്? ഇതിനെയാ വംശീയ അധിക്ഷേപം എന്ന് പറയുന്നത്. കാലാകാലങ്ങളായി വെളുത്തവൻ നിറം മങ്ങിയവനോട് കാണിക്കുന്ന അധിക്ഷേപം. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഈ രാഹുൽ തിരിച്ചു വന്ന എല്ലാത്തിനും കുഴപ്പമായത്. ഇതിനെക്കുറിച്ച് ഞാനൊരു കഥ എഴുതുന്നുണ്ട്. തിരിച്ചു വന്ന മാരണം അഥവാ കരയിലേക്ക് വന്ന കടലാമ്മ. ഒരു കാര്യം, നീ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സമാധാനമായി. നീ നോക്കിക്കോ, എന്റെ നോവൽ അവസാനം കമീലയെ നീ സ്വന്തമാക്കിയതായിട്ടേ ഞാൻ എഴുതൂ. എന്താ കാര്യം? ഞാൻ എഴുതിയ അറം പറ്റും. ചെസ് കളിക്കണ ചങ്ങാതി സെന്യോർ മരിക്കുന്നതായിട്ട് ഞാൻ എഴുതിയില്ലേ? എന്നിട്ട് മരിച്ചില്ലേ? ഇനി മേനോൻ സാറിനെ തൂക്കിക്കൊല്ലുന്ന കാര്യം. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. വെറുതെ വേണ്ടാത്തൊന്നും പറയില്ല കേട്ടോ. രാത്രിയിൽ ചുമ്മാ കസേരയില് സീഡിയും കണ്ടിരുന്ന മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതോ അതോ കൊന്നതോ? ആ കഥയുടെ ചുരുളുകൾ ഞാൻ അഴിക്കും മോനെ. അല്ല, നിന്റെ കല്യാണം ഉറപ്പിച്ച സെന്യോറല്ലേ? ആ വൈരാഗ്യത്തിന് അങ്ങനെ തട്ടിക്കളഞ്ഞതായിക്കൂടെ? ആര്? നീയും കമീലയുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരുവൻ. ഒരുപാട് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു CBI കുറിപ്പിന്റെ CD കണ്ടേ പറ്റൂ. നിന്നെ പറഞ്ഞു വിടാത്തതിൽ അവന് വലിയ ദേഷ്യമുണ്ടോ? ചെന്ന് സോറി പറഞ്ഞേക്ക്. അതിന് ഞാൻ കാര്യം കാണാൻ കഴുത കാലം പിടിക്കുന്നല്ലേ? ചില ഫെർണാണ്ടോ സെന്യോർ, സോറി എന്ന് ഞാൻ പറയില്ലട നാറി. സോറി ചത്തുപോയതിന്റെ അപ്പം വന്ന് പറയൂട പട്ടി തെണ്ടി. പട്ടി കടിച്ച മോളി എന്നെ കൊണ്ട് കടിപ്പിച്ച പട്ടി. നിന്നെ ഓടിച്ചിട്ട് പേപ്പറ്റിയെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഞാൻ വന്ന് സോറി പറയൂട തെണ്ടി. കടവള്ളപ്പാറ്റെ കാന്താരി മുളകും ചൊറിയണവും കൂടി നിന്റെ മൂലമറ്റത്ത് തേച്ചിട്ട് ഇടുക്കി വഴി വാതുരുത്തി വരെ തേച്ചിട്ട് നീ നവതാരം കൊണ്ട് ചക്രശ്വാസം വലിക്കണത് കണ്ടി ഞാൻ സോറി എന്ന് പറയൂട താറി. പോയതണ്ടി തീർന്നില്ലട വന്നി. അതുപോലെ ആന്റിപ്പാറും ആവണക്കെണ്ണയും വിമ്മും ഭക്ഷണത്തിൽ കലക്കി തന്ന് നിന്നെ കുറെ കാലം കക്കൂസിന്റെ പുറത്തിറക്കിലിടുന്ന എന്റെ മോനെ എന്നിട്ട് സോറി തീർന്നിട്ടില്ല. ആരടാ അമ്മേനെ കെട്ടി ചോക്കേതാ പറയണേ? നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത. പോട്ടട പാട്ടിയുടെ തേണ്ടിയുടെ മോനെ പട്ടിച്ചെറ്റ ഫെർണാണ്ടോ. സാറേ സോറി പറഞ്ഞത് ഇത്തിരി കൂടി പോയ സാർ? ഇല്ല, കറക്റ്റ് അളവാ. ഇനി ആരോടെങ്കിലും സോറി പറയണോ? ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മുഴുവൻ സാർ കേട്ടിട്ടുണ്ടെങ്കിൽ അവന് സ്പാനിഷിൽ തർജ്ജമ ചെയ്ത് കൊടുക്കരുത്. ഒരു മലയാളി ആയതുകൊണ്ട് പറഞ്ഞതാ. Are you happy now? Oh, yes. He's a nice guy. കണ്ടോ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു ശക്തി. മനസ്സിനൊരു സന്തോഷായി. ഒരു ഓംലെറ്റ് കഴിക്കട്ടെ. ¿Quieres un poco de vino? Not now, after work. Vale. നെഞ്ചത്തോരം കൊടുത്തപ്പോ അവൻ ക്ലിയർ ആയി. ഇപ്പൊ സ്നേഹം കണ്ടില്ലേ? ഞാൻ നേരത്തെ കൊടുത്ത വല്ലാണ്ട് നന്നായി പോകും. എല്ലാവരുടെ കയ്യിൽ 12 മുന്തിരിങ്ങ വീതം ഉണ്ടാവും. ആ ടവർ ക്ലോക്കിൽ 12 മണി ആകുന്നത് വരെ കാത്തു. എന്നിട്ട് ഓരോ മണി മുഴങ്ങുമ്പോഴും ഓരോ മുന്തിരിങ്ങ വീതം കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 12 മുന്തിരിങ്ങ കഴിച്ചു കഴിയുമ്പോൾ പുതുവർഷം പിറക്കലും പരസ്പരം വിഷയരും കെട്ടിപ്പിടിക്കലും ഒക്കെ നടക്കും. അല്ല, ഈ മുന്തിരിങ്ങ തിന്നണത്തിന് ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമല്ലേ? പ്രധാന കൃഷിയും അതാണല്ലോ. അതുകൊണ്ടൊരു ബഹുമാനവും ഒരു മധുരവും. ഈ സിസ്റ്റം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ 12 തേങ്ങ വിഴുങ്ങേണ്ടി വന്നേനെ. അതെ, ഞാൻ ഈ സബ്ജക്ട് തൊണ്ടയിൽ ഒരു തേങ്ങ എന്ന പേരിൽ എഴുതി തുടങ്ങിയതാ. പക്ഷെ ലോജിക്കില്ല. കാമുകൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഈ തേങ്ങ തൊണ്ടയിലേക്ക് നിറങ്ങി കിട്ടണ്ടേ? അതുകൊണ്ട് വേണ്ടത് എന്റെ കുപ്പി എന്റെ പിന്നാലെ വരുന്നു. അവിടെ Hey. ഗുഡ് ബോയ്. ഭയന്നു പോയോ? എന്തായത്? ഒരല്പം കാപ്പ് കുടിച്ചു. കാപ്പിയിൽ അല്പം ബ്രാൻഡി മിക്സ് ചെയ്തിരുന്നു. കരാഗിരിയ. എന്താ ഒരു ഇന്ത്യക്കാരന്റെ കരാഗിരിയെ കുടിച്ചുകൂടി? മദ്യപിച്ചെന്റെ മുമ്പിൽ വരാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നടാ? ആഹാ, ഒരു മദ്യപാനിയുടെ മുന്നിൽ വരാൻ മേനോൻ സാറിന് എങ്ങനെ ധൈര്യം വന്നു? എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലും കിട്ടവനാണ് നിങ്ങൾ. നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ നോവൽ എഴുതിയ എന്റെ കൈ ഒടിക്കുന്നു. എന്നാ ഒടിക്കൂടോ? എന്റെ കൈ ധൈര്യം ഉണ്ട്, ഒടിക്കൂടോ?
പക്ഷേ ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല. കാരണം എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഹിറ്റ്ലർ അല്ലോ, ഹിറ്റ്ലർ. കർത്താവെ, പപ്പേട്ടനത് എന്ത് പറ്റി? ഒരു സ്പിരിറ്റിലോറെ ദേഹത്തേക്ക് മറിഞ്ഞാടാ. എടോ മേലിനെ, നിങ്ങൾ കല്യാണം എന്ന് പറഞ്ഞ് ഈ പയ്യനെ പറ്റിച്ചിട്ട് ഇപ്പൊ അവന് മനസ്സമ്മതം ചെയ്യാൻ പോവല്ലേ? തിരിച്ചു വന്ന് ഡെഡ് ബോഡി ആയിരുന്നെങ്കിൽ അവന് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുവോ? എന്തിനൊക്കെ പറയണേ? നീ വിഷമിക്കേണ്ടടാ. കമീല പോയാൽ പോകട്ടെ. കമീലക്ക് ഒരു ഷക്കീല വരും. ഷക്കീല വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതാ മോനെ. വന്നല്ലോ മെഴുകു പ്രതിമ. ഒരു തീപ്പെട്ടി കിട്ടി നീ കൊളുത്തി വെക്കാമായിരുന്നു. എന്റെ മോളെ, ഇത് ചതിയാണ്. സ്നേഹിച്ച പുരുഷത്തിന് വിവാഹം കഴിക്കുന്ന ചതിയാണ്. ഇപ്പൊ ആരെങ്ങനെ ചെയ്യും? കാലം മാറുന്ന മോൾ അറിഞ്ഞില്ലേ? അല്ല, ഈ സ്നേഹിച്ച പുരുഷൻ ഇത്രയും കാലം എവിടെ ആയിരുന്നു? യഥാർത്ഥ സ്നേഹമായിരുന്നെങ്കിൽ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഒരു ഇമെയിൽ, അല്ലെങ്കിൽ ഒരു മണിയോർ, ഇതൊന്നും അല്ലെങ്കിൽ നിന്റെ മുഖം കൊടുത്ത അറ്റ്ലീസ്റ്റ് അവനൊരു കമ്പെങ്കിലും അടിച്ചുകൂടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തോ ഒലക്കയുടെ സ്നേഹം. നിങ്ങളെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് നടന്ന ഇവനെ, എന്റെ മോനെ, വാടാ, അവനെ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. മാത്രമല്ല, ഈ സ്നേഹം എന്ന് പറഞ്ഞത് ഒരു കൈക്കോട്ടല്ല. അത് ഇങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ടൂടെ കൊടുക്കാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവൻ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എനിക്ക് ആത്മാർത്ഥമായിട്ടാണ് അറിയാം, ഒരുപാട് സ്നേഹിച്ചിരുന്നു. ബോധമില്ലാണ്ട് പറയാ. പൊക്കോളൂ കമീല. കലവില് പോരുത്. എന്തുകൂടെ എന്റെ പേര്? ആളിയമ്മ പോരുത്. എനിക്ക് നല്ല ബോധമുണ്ട്. ശരി, നിന്റെ ഫിറ്റ് ഇറങ്ങിയിട്ട് കാണാം. പിന്നെ എന്നെ പിരിച്ചു വിടുമായിരിക്കും. പിരിച്ചു വിട്ടോ സാറേ? എന്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്നവനാ ഞാൻ. എനിക്കിപ്പോ കുടുംബമില്ല സാറേ. എന്റെ ഭാര്യ എന്നോട് ബായി പറഞ്ഞിട്ട് വേറൊരു സാഹിബിന്റെ കൂടെ പോയി. എന്റെ പിള്ളേരെ അവള് കൊണ്ടുപോയി. എനിക്ക് അതിലാ സങ്കടം. ചാർലി, ഒന്നോർത്ത മേനോൻ സാറിനെ പോലെ വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത്. വിവാഹം കഴിക്കാത്തവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവരെ ഉപേക്ഷിക്കാൻ ഭാര്യമാരില്ല. പപ്പന്റെ സുവിശേഷം 1 മുതൽ 0 വരെ വാക്യങ്ങൾ. പക്ഷേ ഈ സംഭവം ഞാനൊരു നോവലാക്കും. ജെനിഫറും സായിപ്പും പിന്നെ ഞാനും. അഥവാ ഗ്യാസ് തീർന്ന അടുപ്പ്. ഇംഗ്ലീഷിൽ യൂസ് സാൻ. സാർ, ഗുഡ് ഈവനിങ്. യു റിലാക്സ്, ഓക്കെ? വാട്ട് യു വാണ്ട്? DOS ദോശ, PUT പൂ. ഇവൻ ഭയങ്കര ഇംഗ്ലീഷുകാരനല്ലേ? ഇംഗ്ലീഷ് ഇന്റർനാഷണൽ എന്റെ സ്റ്റുഡന്റ് അല്ലേ, മോശം വരുവോ? പണ്ടും അതെ, ക്ലാസ്സിൽ ചോദ്യം ചോദിച്ച ഇതേ ഒരു നിപ്പ. അതെ, ഒന്നും വിചാരിക്കരുത്. സാറിപ്പ കണക്കിന് വളരെ മോശ. പറ്റാണെങ്കിൽ ഒരുപാടായി. എനിക്കാണെങ്കിൽ 100 വരെ എണ്ണാനും അറിയുള്ളൂ. ഇനി ചിരിച്ചോളൂ. ചിരിക്കാൻ കമ്പനി കൊടുക്കുന്നേ. ചിരിച്ചോളൂ. അതെ, പണ്ടും അതെ, കഥകൾ ഉണ്ടാക്കാൻ മിടുക്കനാ. ബോണസ് നോച്ചസ്. ഗുഡ് ഈവനിങ്. സാറിന് കഴിക്കാൻ എന്താ വേണ്ടത്? എന്താ വേണ്ടേന്ന് അവിടെ ചോദിക്കേ. കമീല, ഇവിടെ ഇപ്പോ പുട്ട്, കടല, ഇടിയപ്പം, പൊറോട്ട, മുട്ട, പഴംപൊരി, ഉണ്ടമ്പൊരി, ഇതിലേതാ വേണ്ടത്? വേറെ കപ്പയും പോട്ടിക്കറിയും. പട്ടിയോ? നോ, പട്ടിയല്ല, പോട്ടി, ദ ഡൈജസ്റ്റീവ് ഇൻസ്ട്രുമെന്റ് ഓഫ് ദ കൗ. എടുക്കട്ടെ? I want Spanish masala. She wants Spanish masala.